നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് സാഗർ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. യെസ്, നിങ്ങൾ തമ്പനയിൽ കണ്ടത് CMA ബ്രാൻഡ് ന്യൂ ഡേ, സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ പോലെ CMA ബ്രാൻഡ് ന്യൂ ഡേ. സിമ്പിൾ ആയിട്ട് പറയാം, ഈ വരുന്ന ഡിസംബർ എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള നമുക്ക് ഏറ്റവും കൂടുതൽ വിന്നിംഗ് പെർസെന്റേജ്, ഏറ്റവും കൂടുതൽ പാസ് പെർസെന്റേജ്, ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ജോയിൻ ചെയ്യുന്ന ബാച്ചിന്റെ അനൗൺസ്മെന്റ് വീഡിയോ ആണിത്. ശരി, ഞാൻ ബാച്ചിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. അതിന് മുന്നേ ഈ കഴിഞ്ഞ എക്സാമിനേഷന് ഞങ്ങളുടെ റിസൾട്ട് ഒന്ന് കാണണ്ടേ? കണ്ടിട്ട് പോയോ? Welcome to my party, we're just getting started. A life is a dream or a nightmare scarring. Hand me a drink cause I think I'm going all in. Get me a shrink who can catch me when I'm falling. Cover up my scars, flip the handlebars. Crashing in my car, wake up in a bar. I'll be a superstar, just on my avatar. This world is so bizarre. കണ്ടല്ലോ കണ്ടല്ലോ നിങ്ങൾ ഇപ്പൊ കണ്ടത് ജസ്റ്റ് ഒരു ഫ്ലൂക്കിന്റെ പുറത്ത്, ആ ഒരു ഫ്ലോയിൽ കിട്ടിയ ഒരു ലക്കിന്റെ പുറത്ത് മാത്രം കിട്ടിയ റിസൾട്ട് അല്ല. ഇത് ഇപ്രാവശ്യം നടന്ന റിസൾട്ട് മാത്രം. അതിന് മുന്നേ ഡിസംബർ 25 നമുക്ക് 90+ സ്റ്റുഡൻസ് ആണ് പാസ്സായത്. ജൂൺ 25 52+, ഡിസംബർ 24 65+, ദെൻ 50+, 57, 50, ദെൻ 150. അങ്ങനെ പാസ്റ്റ് ഒരു 4-4.5 വർഷത്തോളം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന കൺസിസ്റ്റന്റ് റിസൾട്ട് ആണ് നിങ്ങൾ ഈ കാണുന്നത്. നമ്മളെ കൂടെ പഠിച്ച് റാങ്ക് വാങ്ങിയ കുട്ടികൾ വരെ ഉണ്ട്. നമ്മളെ കൂടെ പഠിച്ച് റാങ്ക് വാങ്ങിയ ഒരു വർഷം മുന്നേ ഇന്റർ പാസ്സായി, ഇപ്പോ ഈ ടേമില് ഫൈനലും പാസ്സായിട്ട് ആ റാങ്ക് വാങ്ങിയ അഞ്ജന എനിക്ക് മെസ്സേജ് ചെയ്തപ്പോൾ ഞാൻ ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. നമ്മുടെ CMA ഡ്രോപ്പ് ചെയ്യുന്ന ആ ഒരു വക്കിൽ നിന്ന് ഇന്റർ പാസ്സായി റാങ്ക് വാങ്ങി, ദെൻ ഫൈനൽ ഇപ്പൊ ക്വാളിഫൈ ചെയ്തു. ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനെയാണെങ്കിൽ മക്കളെ, ഞാൻ ഒരു കാര്യം പറയട്ടെ, അടുത്ത പ്രാവശ്യം ഇതുപോലെ ഞാൻ റിസൾട്ട് കാണിക്കുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഫേസ് ഇതിൽ ഉണ്ടാവണം. ശരി, ഞാൻ ബാച്ച് അനൗൺസ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഒരു പ്രോമിസ് തരാം. കേരളത്തിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ഓൺലൈൻ ക്ലാസ് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അതും കേരളത്തിൽ മറ്റാരും തരാത്ത ഏറ്റവും ബെസ്റ്റ് റേറ്റിൽ. ഇത് രണ്ടും മക്കളെ ഉറപ്പാണ്. കാരണം ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഇൻ അഫോർഡബിൾ റേറ്റ് എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ, അപ്പാർട്ട് ഫ്രം മണി ആൻഡ് ഓൾ, പക്ഷെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഇൻ അഫോർഡബിൾ റേറ്റ് നമ്മൾ പ്രോമിസ് ചെയ്യുന്ന കാര്യമാണ്, ചെയ്തിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ അനൗൺസ് ചെയ്യാണ് CMA ഇന്റർമീഡിയറ്റിന്റെ ഓൺലൈൻ റെഗുലർ ഫാസ്റ്റ് ട്രാക്ക് ക്ലാസ് ഫോർ ദ കമ്മിങ് ഡിസംബർ 2026 എക്സാമിനേഷൻ. ഞാൻ ഈ ബാച്ചിലാണ് ഏറ്റവും കൂടുതൽ സക്സസ് റേറ്റ് എന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ? നിങ്ങൾ ഓൾറെഡി ഈ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതിൽ ഭൂരിഭാഗം പേരും റിപ്പീറ്റേഴ്സ് ആയിരിക്കും. കാരണം ഇപ്പൊ എക്സാം എഴുതി നിങ്ങൾ ഫെയിൽ ആയിപ്പോയി. നിങ്ങളുടെ ഏതോ ഒരൊറ്റ കാര്യം മാത്രം മേ ബി നിങ്ങൾ നന്നായി പഠിച്ചിട്ടുണ്ടാവാം, പക്ഷേ പഠിച്ച സ്റ്റൈല് ഇവിടെയോ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾ നന്നായി പഠിച്ചു, എല്ലാ കാര്യങ്ങളും ബൈഹാർട്ട് ചെയ്തു, പക്ഷേ നിങ്ങളുടെ പ്രാക്ടീസ്, നിങ്ങൾ എഴുതി പഠിച്ചിട്ടുണ്ടാവില്ല, മേ ബി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവില്ല. നിങ്ങളുടെ പ്രസന്റേഷനിലായിരിക്കും ചെറിയൊരു പോരായ്മ. മേ ബി നിങ്ങൾക്ക് വേണ്ടത് ഒരു ചെറിയ മോട്ടിവേഷൻ ആയിരിക്കാം. ആ മോട്ടിവേഷൻ ചിലപ്പോൾ ഒരു നല്ല വാക്കായിരിക്കാം, ചിലപ്പോൾ ഒരു വഴക്കായിരിക്കാം. അവിടെ പഠിക്കുക, നാളെ പഠിച്ചില്ലെങ്കിൽ നീ ഒന്നുമല്ല എന്ന് കേൾക്കുന്ന ഒരു ബാഡ് വേർഡ് ആയിരിക്കാം നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനുള്ളത്, അല്ലെ? അപ്പൊ എന്തോ ഒരു ചെറിയ കാര്യം മിസ്സിംഗ് ആണ്. നിങ്ങൾക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി മക്കളെ, ഈ വരുന്ന എക്സാമിനേഷൻ നിങ്ങൾ പാസ്സാവും, ഉറപ്പായിട്ടും പാസ്സാവും. പാസ്സായതിന്റെ റിസൾട്ട്, പാസ്സായതിന്റെ തെളിവാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ ബാക്ക്ഗ്രൗണ്ടിൽ കാണിച്ചു തന്ന നമ്മുടെ പാസ്റ്റ് കുറച്ച് വർഷങ്ങളുടെ റിസൾട്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബാച്ചിനെ പറ്റിയിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ഡൗട്ടുകളും ഞാൻ സോൾവ് ചെയ്തുതരാം. ഒന്നാമത്തെ കാര്യം ഫീസ്. ഞാൻ പറയാം, ഫീസിന്റെ കാര്യം നമുക്ക് ഏറ്റവും അവസാനം പറയാം. ദെൻ ടൈമിങ്, എത്ര സമയം പഠിക്കേണ്ടി വരും? നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം, വർക്കിന്റെ കൂടെ പഠിക്കാൻ പറ്റുമോ? ഒന്നാമത്തെ കാര്യം. രണ്ട്, നിങ്ങൾ എവിടെയെങ്കിലും മറ്റു സ്ഥലത്ത് കോച്ചിങ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, അവിടുത്തെ ക്ലാസ് മോശമാണ്, അതിന്റെ കൂടെ എനിക്ക് പഠിക്കാൻ പറ്റുമോ? ഓക്കെ. ഇനി അടുത്തത്, നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടില്ല, നിങ്ങൾ ഒരു ഫ്രഷർ ആണ്, ആദ്യം മുതൽ പഠിക്കണം. ഞങ്ങളുടെ പാസ്റ്റ് ഒന്നുമില്ല, നിങ്ങൾ ആദ്യം മുതൽ പഠിക്കണം, പറ്റുമോ? ഇനി രാവിലെ മുതൽ വൈകിട്ട് വരെ ഒരു ഫോണിന്റെയോ ഒരു ലാപ്ടോപ്പിന്റെയോ മുമ്പിൽ ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റില്ല സാറേ, അങ്ങനെയാണെങ്കിൽ എത്രയാണ് അതിന്റെ ടൈമിങ്? ഇനി നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സിൽ വേണ്ട എല്ലാ ഫീച്ചേഴ്സും, നെറ്റ്ഫ്ലിക്സിൽ നമ്മൾ സിമ്പിൾ ആയിട്ട് സീരീസ് കാണത്തില്ലേ, എന്തൊക്കെ ഫീച്ചേഴ്സ് അതിനകത്തുള്ള? സ്പീഡ് കൂട്ടും, സ്പീഡ് കുറയ്ക്കും. ഇനി ക്വാളിറ്റി കൂട്ടും, ക്വാളിറ്റി കുറയ്ക്കും. ഡൗൺലോഡ് ചെയ്തിട്ട് സമയമുള്ള സമയത്ത് പിന്നെ കാണും. ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും നമ്മുടെ ആപ്ലിക്കേഷനിൽ ഉണ്ടാവും. നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ഡൗട്ടുകളും ഞാൻ ഈ വരുന്ന ഒരു 20 മിനിറ്റ്സ് കൊണ്ട് സോൾവ് ചെയ്ത് തരാം. ആദ്യം തന്നെ നമ്മുടെ ക്ലാസിന്റെ പേര് നിങ്ങൾ കണ്ടോ? ഓൺലൈൻ റെഗുലർ ഫാസ്റ്റ് ട്രാക്ക് ക്ലാസ് എന്നാണ്. സാറേ, ഓൺലൈൻ റെഗുലർ ഫാസ്റ്റ് ട്രാക്ക് ക്ലാസ് ഞാൻ പറഞ്ഞുതരാം. ഇനിയിപ്പോ നിങ്ങൾ നോക്കിയാൽ മതി, എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനിലും, അത് പ്രോപ്പർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, ഇൻഡിവിജ്വൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിക്കോട്ടെ, എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനിലും ഇനി ഇപ്പോൾ ഫാസ്റ്റ് ട്രാക്ക് ക്ലാസ്സുകൾ വന്നു തുടങ്ങും, അല്ലെങ്കിൽ ക്രാഷ് കോഴ്സുകൾ വന്നു തുടങ്ങും. ഇത് എക്സാം ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഇത് മാത്രം പഠിച്ച എക്സാമിന് വരും, ഇത് മാത്രം പഠിച്ച എക്സാമിന് വരില്ല എന്ന് പറഞ്ഞ് ചൂസി ആയിട്ട് സെലക്റ്റീവ് ആയിട്ട് കുറച്ച് ടോപ്പിക്സുകൾ മാത്രം പഠിപ്പിക്കുന്ന ക്ലാസ് അല്ല. ഇത് നമ്മുടെ ഓൺലൈൻ ക്ലാസ് ആണ്, ഇത് നമ്മുടെ റെഗുലർ ബാച്ച് ആണ്. ദാറ്റ് മീൻസ് ഞങ്ങൾ പ്രോമിസ് ചെയ്യുന്നത് 100% ടോപ്പിക് കവറേജ് ആണ്. നിങ്ങൾക്ക് എന്തൊക്കെ പഠിക്കാനുണ്ടോ മക്കളെ, ആ പഠിക്കാനുള്ള എല്ലാ ടോപ്പിക്കും നമ്മൾ കവർ ചെയ്യും. പാസ്റ്റിൽ നിങ്ങൾ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷൻ മേ ബി
ഈ പറഞ്ഞതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് മതിച്ചാൽ മതി, ഇത് പഠിക്കേണ്ട, ഇത് എക്സാമിന് വരും, ഇത് എക്സാമിന് വരില്ല എന്ന് ചൂസി ആയിട്ട് പഠിപ്പിച്ചത് കൊണ്ടാവാം നിങ്ങൾ ഫെയിൽ ആയി പോയത്. കറക്റ്റ് അല്ലേ? ഇനി എല്ലാ പ്രാവശ്യവും റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇതാണ് മറ്റതാണ് മറിച്ചതാണെന്ന് പല ക്രാഷ് കോഴ്സിലും ഇരുന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവാം. പക്ഷേ എക്സാമിന്റെ പാറ്റേൺ അങ്ങനെയല്ല. നമ്മൾ ഇമ്പോർട്ടന്റ് എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ പാസ്സാവുമായിരുന്നെങ്കിൽ CMA പോലെ മോർ ദാൻ അല്ലെങ്കിൽ എബോവ് ആവറേജ് സ്റ്റുഡൻസ് പഠിക്കുന്ന കോഴ്സുകളിൽ ബുദ്ധിയില്ലാത്ത കുട്ടികളോ അല്ലെങ്കിൽ ബിലോ ആവറേജ് സ്റ്റുഡൻസോ ഒന്നും അല്ല നമ്മുടെ ഈ കോഴ്സ് പഠിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും പാസ് ആവണമായിരുന്നു. കറക്റ്റ് അല്ലേ? അപ്പൊ എന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അതിലൊരു മിസ്റ്റേക്കാണ് നമ്മൾ ടോപ്പിക്കുകളെല്ലാം പഠിക്കാതെ പോണത്. ശരി, നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് എല്ലാം പഠിക്കാം. നമ്മൾക്ക് കുറഞ്ഞ സമയം കൊണ്ട് എല്ലാം പഠിക്കാം, ഡെഫിനറ്റ്ലി പഠിക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഓൺലൈൻ ക്ലാസ് ആണ്, ഇത് നമ്മുടെ റെഗുലർ ബാച്ച് ആണ്. ദാറ്റ് മീൻസ് 100% ടോപ്പിക് കവറേജ് ഞാൻ ഉറപ്പുവരുന്നു. ദെൻ എന്താണ് സർ ഫാസ്റ്റ് ട്രാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് മിനിമൽ ടൈം കൊണ്ട് എല്ലാം പഠിക്കണം അല്ലെ? മിനിമൽ ടൈം കൊണ്ട് മാക്സിമം എഫിഷ്യൻസിയിൽ പഠിക്കുകയും കൂടി വേണം. കണ്ടല്ലേ? ഇപ്പൊ നിങ്ങൾ മേ ബി വേറെ എവിടെന്നെങ്കിലും ഒക്കെ ഓൺലൈൻ ക്ലാസ് പർച്ചേസ് ചെയ്തിട്ടുണ്ടാവാം. ചിലപ്പോൾ ഹൈബ്രിഡ് ക്ലാസ് ആയിരിക്കാം. ഒരു ഓഫ്ലൈൻ ക്ലാസിന്റെ കൂടെ തന്നെ ക്യാമറ വെച്ച് റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത ഓൺലൈൻ ക്ലാസ്സുകളായിരിക്കാം. ചിലപ്പോൾ സൂമിന്റെ മീറ്റിംഗ് ആയിരിക്കാം, സൂം മീറ്റിംഗ്സിന്റെ റെക്കോർഡിങ്സ് ആയിരിക്കാം, ഗൂഗിൾ മീറ്റിംഗിന്റെ റെക്കോർഡിംഗ് ആയിരിക്കാം. ഇങ്ങനെയുള്ള കുറെ ഐറ്റംസ് ഒക്കെയാണ് മേ ബി എല്ലാ മെജോറിറ്റി ഓൺലൈൻ ക്ലാസ്സിലും കിട്ടുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. കാരണം ഒരു സൂം മീറ്റിംഗിന്റെ റെക്കോർഡിങ്സ് വീണ്ടും ഇരുന്ന് കാണാന്ന് പറഞ്ഞാൽ ചില്ലറ പരിപാടിയല്ല, ഭയങ്കര ബോറിംഗ് ആണ്. കാരണം സ്റ്റുഡൻസ് അതിലെ ഡൗട്ടുകൾ ചോദിക്കാറുണ്ട്, ചിലപ്പോൾ നെറ്റ്വർക്ക് ഇഷ്യൂസ് വരാറുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് വരുന്ന എല്ലാ ഡിസ്റ്റർബൻസിനെയും നമ്മൾ എലിമിനേറ്റ് ചെയ്തിട്ട് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നില്ലേ, സൈഡിൽ നമ്മുടെ ഫാക്കൽറ്റി ഉണ്ടാവും, ഹൈ ക്വാളിറ്റി വീഡിയോ ആയിരിക്കും, ഹൈ ക്വാളിറ്റി ഓഡിയോ ആയിരിക്കും. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ടെക്സ്റ്റുകൾ കാണാൻ പറ്റും. ആ ടെക്സ്റ്റിൽ നിങ്ങൾക്ക് എഴുതാനും വരയ്ക്കാനും നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് തരാനും ഇനി ഒരു ഇല്ലുസ്ട്രേഷൻ ചെയ്യുമ്പോൾ എഴുതാനും ഒക്കെ പറ്റുന്ന ഒരു ഹൈ ക്വാളിറ്റി ക്ലാസ് ആയിരിക്കും നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ ടൈം വേസ്റ്റേജ് ഇല്ല, നമുക്ക് എന്തില്ല, ടൈം വേസ്റ്റേജ് ഇല്ല. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടെ പറയട്ടെ മക്കളെ, നമ്മുടെ ക്ലാസ്സിന്റെ ഡ്യൂറേഷൻ 1.5 മണിക്കൂർ. എത്ര മണിക്കൂറാ? 1.5 മണിക്കൂർ. ഓൺ ആൻ ആവറേജ് 1.5 മണിക്കൂർ ആയിരിക്കും. ചിലപ്പോൾ ഡിപ്പെൻഡിങ് ഓൺ ദ ടോപ്പിക് ഒരു 10 മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആവാൻ സാധ്യതയുണ്ട്. പിടിച്ചോ? അപ്പൊ 1.5 മണിക്കൂർ ആയിരിക്കും നമ്മുടെ ക്ലാസ്. ഒരു സബ്ജക്റ്റിന് 30 ലെക്ചേഴ്സ് ആയിരിക്കും ആവറേജ് വരിക. എത്ര ലെക്ചേഴ്സ്? 30 ലെക്ചേഴ്സ്, 30 ലെക്ചേഴ്സ് ആയിരിക്കും ആവറേജ് വരിക. സാറേ 1.5 മണിക്കൂറിന്റെ ക്ലാസ് 30 ലെക്ചേഴ്സ് ആവറേജ് തീരും. ഡയറക്ട് ടാക്സ്, ഇൻഡയറക്ട് ടാക്സ്, കോർപ്പറേറ്റ് അക്കൗണ്ടിങ്, ഓഡിറ്റിംഗ്, ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്, എന്റെ പൊന്നെ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്, ഇതൊക്കെ 30 ക്ലാസ് കൊണ്ട് തീരുമെന്നാണ് സാർ പറയുന്നത്. മക്കളെ നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഞാൻ പറഞ്ഞില്ലേ, ഇതേ സ്ട്രാറ്റജി നമ്മൾ ഫോളോ ചെയ്ത് പാസ്സായി വന്ന കുട്ടികളെയാണ് നിങ്ങൾ കണ്ടത്. അപ്പോ ടോപ്പിക്കിന്റെ ഒരു 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 ആ ഒരു ഹെഡേക്ക് നിങ്ങൾ എടുക്കണ്ട, അത് കംപ്ലീറ്റ്ലി നമ്മൾ തന്നെ ചെയ്തോളൂ. നമ്മൾ ഉറപ്പായിട്ടും ചെയ്ത് പ്രൂവ് ചെയ്ത ഒരു സ്ട്രാറ്റജിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ 100% എഫിഷ്യൻസിയിൽ മിനിമം ടൈം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് എല്ലാ ടോപ്പിക്സും നമുക്ക് പഠിക്കാം. ഓക്കെ അല്ലേ മക്കളെ? ഇതാണ് നമ്മുടെ ഓൺലൈൻ റെഗുലർ ഫാസ്റ്റ് ട്രാക്ക് ക്ലാസ്. ശരി, ഇനി ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ഫാക്കൽറ്റീസിനെ പരിചയപ്പെടുത്തി തരാം. അതുപോലെ നമ്മുടെ സബ്ജക്റ്റിന് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. സബ്ജക്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെ, എന്തായാലും ഞാൻ നിങ്ങളുടെ ഫാക്കൽറ്റീസിനെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ശരി, നിങ്ങളുടെ ഫസ്റ്റ് പേപ്പർ ബിസിനസ് ലോസ് ആൻഡ് എത്തിക്സ് ആണ്. എന്താണ് ഫസ്റ്റ് പേപ്പർ? ഗ്രൂപ്പ് 1ന്റെ ഫസ്റ്റ് പേപ്പർ ബിസിനസ് ലോസ് ആൻഡ് എത്തിക്സ് ആണ്. ഇതിൽ കുറെ ലോസ്, ബിസിനസ്സുമായിട്ട് ബന്ധപ്പെടുന്ന കുറെ ലേബർ ലോസും കോർപ്പറേറ്റ് ലോസും ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഈ പേപ്പറിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയാൻ മക്കളെ, ഇത് പ്രസന്റ് ചെയ്യാൻ അറിയുമെങ്കിൽ മാത്രമേ നമുക്ക് മാർക്ക് കിട്ടൂ. നിങ്ങൾക്ക് ആ ഒരു ലോ അറിയാമെങ്കിൽ മാർക്ക് കിട്ടണം എന്നില്ല, പ്രസന്റ് ചെയ്യാൻ അറിയാമെങ്കിൽ മാത്രമേ മാർക്ക് കിട്ടൂ. പഠിക്കോ? അതായത് ഇപ്പൊ സപ്പോസ് നിങ്ങൾക്ക് ഒരു കേസ് സ്റ്റഡി മോഡൽ ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ അതിന്റെ അനാലിസിസ് ചെയ്യണം. എന്താണ് ആ ക്വസ്റ്റ്യൻ, എന്താണ് അതിലെ പ്രോബ്ലംസ് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. 2, നമ്മൾ ആ പ്രോബ്ലത്തിന് ആപ്ലിക്കബിൾ ആവുന്ന ലോ എന്താണോ ആ ലോ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ദെൻ 3, ഈ ലോ ഈ കേസിൽ ആപ്ലിക്കബിൾ ആവുമ്പോൾ എന്താണ് നമ്മുടെ കൺക്ലൂഷൻസും ജഡ്ജ്മെന്റ്സും വരാം, അത് എഴുതി ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഇങ്ങനെ ഒരു കൈൻഡ് ഓഫ് പ്രസന്റേഷൻ രീതിയാണ് ബിസിനസ് ലോസ് ആൻഡ് എത്തിക്സിൽ വേണ്ടത്. ശരി, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു സ്റ്റുഡന്റിനെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് നോട്ട്സ്. ബിസിനസ് ലോസ് ആൻഡ് എത്തിക്സ് പഠിപ്പിക്കുന്ന ഫാക്കൽറ്റി ശ്രീലക്ഷ്മി മാം ആണ്. നമ്മൾ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതലേ നമ്മുടെ ബിസിനസ് ലോസ് ആൻഡ് എത്തിക്സും അതുപോലെ സെക്കൻഡ് ഗ്രൂപ്പിന്റെ ഓഡിറ്റ് പേപ്പറും ഡീൽ ചെയ്യുന്നത് ശ്രീലക്ഷ്മി മാം ആണ്. മോർ ദാൻ 4-5 ഇയേഴ്സിന്റെ എക്സ്പീരിയൻസ് ആണ് ശ്രീലക്ഷ്മി മാമിന് ഈ ഒരു സബ്ജക്റ്റിൽ മാത്രമുള്ളത്. മാം നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ട് സൂപ്പർ ഒരു നോട്ട്സ് പ്രൊവൈഡ് ചെയ്യും. ഇതിനാണ് നമ്മുടെ ഫുൾ എല്ലാ ഐറ്റംസും. അപ്പൊ ആ നോട്ട്സ് വെച്ച് പഠിച്ചാൽ മാത്രം മതി നിങ്ങൾ. ഞാൻ വേണമെങ്കിൽ ശ്രീലക്ഷ്മി മാമിന്റെ റിവ്യൂസ് കാണിച്ചു തരാം, സ്റ്റുഡൻസ് കാണിച്ചു തരുന്ന റിവ്യൂസ്. കാരണം ലോ പോലെ ഒരു സബ്ജക്റ്റ് ആണ്, എല്ലാ സ്റ്റുഡൻസിനും അത്ര തിയറിറ്റിക്കൽ സബ്ജക്ട്സ് പഠിക്കാൻ കുറച്ച് പാടാം. പക്ഷെ നമ്മുടെ ലോ സബ്ജക്ട് നിങ്ങൾ ഈ നോട്ട്സ് വെച്ച് ശ്രീലക്ഷ്മി മാം എക്സ്പ്ലെയിൻ ചെയ്തിരുന്ന ലെക്ചേഴ്സും കണ്ട് പഠിച്ച് തീർത്ത സ്റ്റുഡൻസിൽ
അവരുടെ റിവ്യൂസ് കിട്ടി കഴിഞ്ഞാൽ നമുക്കിന് തോന്നും ഇനി ഒന്നും കൂടി ഇന്റർമീഡിയറ്റിൽ ഇരുന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ശ്രീലക്ഷ്മി മാം ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഫസ്റ്റ് ഗ്രൂപ്പിന്റെ ലോയും, അതേപോലെ സെക്കൻഡ് ഗ്രൂപ്പിന് ഒരു പേപ്പർ ഉണ്ട്, കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് അല്ലെ. ആ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗിന്റെ ഓഡിറ്റിംഗ് പേപ്പറും ഡീൽ ചെയ്യുന്നത് ശ്രീലക്ഷ്മി മാം ആയിരിക്കും. ഞാൻ അവിടെ പറഞ്ഞതുപോലെ ഇവിടെയും ശ്രീലക്ഷ്മി മാം നിങ്ങൾക്ക് നോട്ട്സ് പ്രൊവൈഡ് ചെയ്യും. ആ നോട്ട്സ് വെച്ചിട്ട് മാത്രം പഠിച്ചാൽ മതി. അപ്പൊ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾ തുറക്ക പോലും വേണ്ട. എന്തിനാണ് തുറക്കണ്ടേ? ശ്രീലക്ഷ്മി മാമിന് ഏതെങ്കിലും ടോപ്പിക്ക് പഠിപ്പിച്ചില്ലെങ്കിൽ അത് എന്നോട് പറയാൻ തുറക്കണം. അതുപോലെ ടെക്സ്റ്റിന്റെ ബാക്കിൽ കുറച്ച് പ്രാക്ടിക്കൽ പ്രോബ്ലംസും ഇലുസ്ട്രേഷൻസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി മാത്രം, ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങൾ ടെക്സ്റ്റ് തുറന്നാൽ മതി. ബാക്കി എന്താ സിലബസിന്റെ കാര്യവും നിങ്ങളെ പഠിപ്പിക്കുന്ന കാര്യവും എല്ലാം ശ്രീലക്ഷ്മി മാം ഏറ്റെടുത്തു. നോട്ട്സ് 100% നിങ്ങൾക്ക് എഫിഷ്യന്റ് ആയിരിക്കും. ഓക്കെ, അടുത്തത് നമ്മുടെ പേപ്പർ നമ്പർ 6 ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്. നിങ്ങൾക്കറിയാലോ, ഫസ്റ്റ് ഗ്രൂപ്പിന് ഫൈനാൻഷ്യൽ അക്കൗണ്ടൻസി പേപ്പർ പഠിക്കാനുണ്ട്, സെക്കൻഡ് ഗ്രൂപ്പിന് അക്കൗണ്ടൻസി പഠിക്കാനുണ്ട്. അതിന്റെ പേരാണ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്. ശരി, നമ്മുടെ അക്കൗണ്ടൻസി ഫാക്കൽറ്റിയാണ് ലക്ഷ്മി. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കും, ലോ ഫാക്കൽറ്റിയുടെ പേര് ശ്രീലക്ഷ്മി, ഇവിടെ അക്കൗണ്ടൻസി ഫാക്കൽറ്റിയുടെ പേര് ലക്ഷ്മി. അക്കൗണ്ടൻസി ഫാക്കൽറ്റിയുടെ പേരും ശ്രീലക്ഷ്മി എന്നാണ്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ശ്രീ മാറ്റിയിട്ട് ലക്ഷ്മി എന്ന് പറഞ്ഞുള്ളൂ. അപ്പോൾ ലക്ഷ്മി ആയിരിക്കും നിങ്ങൾക്ക് എന്ത് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങും അതുപോലെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്, സെക്കൻഡ് ഗ്രൂപ്പിന്റെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങും പഠിപ്പിക്കുന്ന. അക്കൗണ്ടൻസി അല്ലേ, പ്രോബ്ലം പേപ്പർ അല്ലേ, പ്രോബ്ലം ഭയങ്കര ഇമ്പോർട്ടന്റ് ആ, എലോങ് വിത്ത് തിയറി. അങ്ങനെയാണെങ്കിൽ ലക്ഷ്മി മാം നിങ്ങൾക്ക് തിയറി എന്തൊക്കെയുണ്ടോ തിയറി, ആ തിയറിക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, പ്രാക്ടിക്കൽ പ്രോബ്ലംസ് എത്രയുണ്ടോ അത്രയും ഇല്ലുസ്ട്രേഷൻസ്. നിങ്ങൾക്കൊരു കാര്യമാണ്, ഇന്റർമീഡിയറ്റിൽ നിങ്ങളുടെ ടെക്സ്റ്റിൽ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ തരുന്ന എല്ലാ ഇല്ലുസ്ട്രേഷൻസും അതിലെ എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സും നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഡെഫിനറ്റ്ലി അതേ മോഡൽ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും എക്സാമിനും ചോദിക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും പഠിക്കാനും പാസ്സാവാനും പറ്റും. ഞാൻ ഉറപ്പ് പറയാം മക്കളെ, നിങ്ങൾ ഒരു സ്കാനേഴ്സും വർക്ക് ചെയ്യുന്നു, നിങ്ങൾ ഒരു സ്കാനേഴ്സോ പുറത്തുനിന്നുള്ള മെറ്റീരിയൽസോ അങ്ങനെയുള്ള ഒരു സംഭവങ്ങളും വർക്ക് ചെയ്യുന്നു. കംപ്ലീറ്റ്ലി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക്, നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലുള്ള എല്ലാ ഇല്ലുസ്ട്രേഷൻസും ചെയ്യുക, അതിന്റെ കൂടെ കിടക്കുന്ന പ്രാക്ടിക്കൽ പ്രോബ്ലംസും ചെയ്യാം. ദെൻ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വേണമെങ്കിൽ നിങ്ങൾ 1-2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ 1-2 പേപ്പർ ചെയ്ത് നോക്കാൻ പറ്റും. പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, എക്സാമിന് മുന്നേ എങ്ങനെയാണ് എക്സാം വരിക എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ ടെക്സ്റ്റിൽ ഇല്ലുസ്ട്രേഷൻസ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഉറപ്പ് പറയാം, ഈ ഒരു അക്കൗണ്ടൻസി പേപ്പറിന് മാത്രമല്ല, നിങ്ങൾക്ക് എത്ര പ്രോബ്ലം പേപ്പേഴ്സ് ഉണ്ടോ ആ പ്രോബ്ലം പേപ്പേഴ്സിൽ സപ്പോസ് ഒരു ചാപ്റ്ററിൽ 10 ഇല്ലുസ്ട്രേഷൻ ഉണ്ടെങ്കിൽ അതിൽ മിനിമം 8 എണ്ണമെങ്കിലും നമ്മൾ ക്ലാസ്സിൽ ചെയ്ത് ഇല്ലുസ്ട്രേറ്റ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചിരിക്കും, നിങ്ങൾക്ക് അത് മനസ്സിലാക്കി തന്നിരിക്കും. സാർ അപ്പൊ ബാക്കി രണ്ടെണ്ണം പറഞ്ഞത് മേ ബി ചിലപ്പോൾ അത് സിമ്പിൾ ഇല്ലുസ്ട്രേഷൻസ് ആയിരിക്കാം, ഒരു പ്രൊവിഷൻ മനസ്സിലാവാനുള്ള ഇല്ലുസ്ട്രേഷൻ ആയിരിക്കാം. അപ്പോൾ നിങ്ങളോട് ചെയ്ത് നോക്കാൻ പറയാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഹോംവർക്ക് തരുന്നതോ സിമിലർ നേച്ചറിലുള്ള ഇല്ലുസ്ട്രേഷൻസ് ഒക്കെ ആയിരിക്കും. അപ്പോൾ 10 എണ്ണം ഉണ്ടെങ്കിൽ മിനിമം 8 എണ്ണമെങ്കിലും ഡെഫിനറ്റ്ലി നിങ്ങളെ ക്ലാസ്സിൽ ചെയ്ത് 10ഉം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പ് വരുത്തിയിട്ടേ നമ്മൾ പോവുള്ളൂ. പക്ക ഷുവർ. ശരി, നമ്മുടെ അടുത്ത പേപ്പറാണ് ഡയറക്ട് ടാക്സും ഇൻഡയറക്ട് ടാക്സും. രണ്ട് സെപ്പറേറ്റ് പേപ്പറാണ്. ഡയറക്ട് ടാക്സും ഇൻഡയറക്ട് ടാക്സും ഡീൽ ചെയ്യുന്ന ഞാനാണ്. ഇത് കുറച്ച് പഴയ ഫോട്ടോയാ, പിന്നെ ഉമ്മ എന്നെ എഡിറ്റ് ചെയ്ത് കുറച്ചധികം സുന്ദരനാക്കി വെച്ചേക്കുന്നതാണ് ഞാൻ തന്നെ ഇത്. അപ്പോൾ ഡയറക്ട് ടാക്സും ഇൻഡയറക്ട് ടാക്സും പഠിപ്പിക്കുന്നത് ഞാനാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡയറക്ട് ടാക്സ് ഇൻഡയറക്ട് ടാക്സിന്റെ പ്രത്യേകത ഞാൻ പറയട്ടെ. ഒന്നാമത്തെ കാര്യം, GST കുറച്ച് ചേഞ്ചസേ ഉള്ളൂ, നമുക്കത് പെട്ടെന്ന് പഠിക്കാനായിട്ട് പറ്റും. ഇനി ഇൻകം ടാക്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ 2025 വന്ന ബജറ്റാണ് നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഇൻകം ടാക്സ് ആക്ട് 1961 ഇൻകം ടാക്സ് റൂൾ 1962 ഈ ഒരു വർഷം കൂടെ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞാൽ പിന്നെ പുതിയ ഇൻകം ടാക്സ് ആക്ട് ആണ് വരും. പിടിക്കോ, 1961 1962 നമ്മൾ ഇപ്പൊ ഇതുവരെ പഠിച്ച പ്രൊവിഷൻസ് എല്ലാം മാറി. ഇനി മുതൽ പുതിയ ഇൻകം ടാക്സ് ആക്റ്റാ വരാം. അപ്പൊ മക്കളെ, ഇനി പുതിയ ഇൻകം ടാക്സ് ആയിട്ട് നമ്മൾ പഠിക്കണം. ചൂടോടെ നമ്മൾ ഫൈനലിൽ പഠിക്കും. ഫൈനലിൽ പഠിച്ച് ഫ്രഷ് ക്വാളിഫൈ ചെയ്ത ഇൻകം ടാക്സ് ആക്ട് പഠിച്ച് ഫ്രഷ് ആയിട്ട് ക്വാളിഫൈ ചെയ്ത എക്സ്പേർട്ട് പ്രൊഫഷണൽസ് ആയിട്ട് നമ്മൾ മാറും. അല്ലാതെ ഇന്റർമീഡിയറ്റ്ലി ഇനി നിങ്ങൾ വീണ്ടും ഈ സബ്ജക്റ്റിനെ റിവൈസ് ചെയ്ത് ഒന്നും കൂടി പഠിക്കേണ്ട കാര്യമില്ല, പഠിക്കണ്ട. അപ്പൊ അതുകൊണ്ട് ഇൻകം ടാക്സ് നമ്മൾ ഇപ്പൊ തീർക്കണം. ഇൻക്ലൂഡിങ് ഓൾ അമെന്റ്മെന്റ്സ് നമ്മൾ പഠിക്കും. ഡയറക്ട് ടാക്സ് സെപ്പറേറ്റ് സബ്ജക്റ്റ് ആണ്, ഇൻഡയറക്ട് ടാക്സും സെപ്പറേറ്റ് സബ്ജക്റ്റ്. ഞാൻ പറഞ്ഞില്ലേ ഒരു സബ്ജക്റ്റിന് 30 ലെക്ചേഴ്സ് ഉണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ ഡയറക്ട് ടാക്സിനും സെപ്പറേറ്റ് ലെക്ചേഴ്സ് ഉണ്ടാവും, ഇൻഡയറക്ട് ടാക്സിനും സെപ്പറേറ്റ് ലെക്ചേഴ്സ് ഉണ്ടാവും. എനിക്ക് തോന്നുന്നു ഡയറക്ട് ടാക്സിന് ഏകദേശം 28 or 29 ലെക്ചേഴ്സ് ആണുള്ളത്. ഇൻഡയറക്ട് ടാക്സിനും എനിക്ക് തോന്നുന്നു 26 പ്ലസ് കസ്റ്റംസിന് 4, അങ്ങനെ 30 ലെക്ചേഴ്സ് ആണുള്ളത്. അപ്പോൾ രണ്ടും നമുക്ക് തീർക്കാം, ഇൻക്ലൂഡിങ് ഓൾ അമെന്റ്മെന്റ്സ്. ഇതിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് നോട്ട്സ് പ്രൊവൈഡ് ചെയ്യും. കുറച്ചൊന്നല്ല, എല്ലാ ചാപ്റ്റേഴ്സിനും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സ് പ്രൊവൈഡ് ചെയ്യും. ഈ നോട്ട്സ് വെച്ചിട്ടാണ് നമ്മൾ പഠിക്കുക. ദെൻ ടെക്സ്റ്റിലെ എല്ലാ ഇലുസ്ട്രേഷൻസും ചെയ്യേണ്ട എല്ലാ മേജർ ഇലുസ്ട്രേഷൻസും നമ്മൾ വർക്ക്ഔട്ട് ചെയ്യും.
പുറത്തുനിന്നുള്ള ഇലുസ്ട്രേഷൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് എങ്ങനെയാണ് വന്നതെന്നും ഞാൻ നിങ്ങൾക്ക് ക്ലാസ്സിൽ തന്നെ ഡിക്റ്റേറ്റ് ചെയ്ത് കാണിച്ചു തന്നിട്ടാണ് പോകുന്നത്. ഇനി ഞാൻ പറയാൻ വന്നത്, ഈ നോട്ട്സ് ഉണ്ടെങ്കിൽ ഒരു ചാപ്റ്റർ പഠിച്ചു തീർക്കാൻ, പഠിച്ചു തീർത്ത ഒരു ചാപ്റ്റർ എക്സാമിന് മുന്നേ റിവൈസ് ചെയ്യാൻ ഒരു 5 മിനിറ്റ്, മാക്സിമം 10 മിനിറ്റ്, ലെങ്തി ചാപ്റ്റർ ആണെങ്കിൽ 10 മിനിറ്റ് മതി. ആ രീതിയിലായിരിക്കും നമ്മുടെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. ആ രീതിയിൽ ആ നോട്ട്സ് വെച്ചിട്ട് നമ്മൾ പഠിക്കും. നിങ്ങളെ ഞാൻ അതിന് കേപ്പബിൾ ആക്കുകയും ചെയ്തിരിക്കും. 100% ഷുവർ. ഓക്കെ, അപ്പൊ ഡയറക്ട് ടാക്സും ഇൻഡയറക്ട് ടാക്സും ഞാനാണ് മക്കളെ പഠിപ്പിക്കാൻ. ദെൻ അടുത്ത സബ്ജക്ട് കോസ്റ്റിംഗ് ആണ്. ഫസ്റ്റ് ഗ്രൂപ്പിലും കോസ്റ്റിംഗ് ഉണ്ട്, അതുപോലെ സെക്കൻഡ് ഗ്രൂപ്പിലും കോസ്റ്റിംഗ് ഉണ്ട്. ഫസ്റ്റ് ഗ്രൂപ്പ് കോസ്റ്റിംഗിന്റെ പേര് കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്നും, സെക്കൻഡ് ഗ്രൂപ്പിലെ കോസ്റ്റിംഗിന്റെ പേര് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് എന്നും. ശരി, ഈ രണ്ട് പേപ്പറും ഡീൽ ചെയ്യുന്നത് നമ്മുടെ വിഷ്ണു സാറാണ്. വിഷ്ണു സാറ് ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. നമ്മളെ കൂടെ പാസ്റ്റ് 2.5 years ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിന് മുന്നേയും സാർ ടീച്ചിങ്ങിലും എക്സ്പീരിയൻസ് ഉണ്ട്, പ്രാക്ടീസും ചെയ്തിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ് വിഷ്ണു സാറ്. വിഷ്ണു സാർ ആയിരിക്കും നിങ്ങൾക്ക് ഈ സബ്ജക്ട് ഡീൽ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രോബ്ലം പേപ്പറാണ്, കുറച്ച് തിയറി പഠിക്കാനുണ്ട്. തിയറിക്ക് സാർ നിങ്ങൾക്ക് നോട്ട്സ് പ്രൊവൈഡ് ചെയ്യും. പ്രോബ്ലം പേപ്പേഴ്സ് 8 out of 10 ഇലുസ്ട്രേഷൻസ് നമ്മൾ ക്ലാസ്സിൽ വർക്ക്ഔട്ട് ചെയ്യും. എനിക്ക് തോന്നുന്നു സാർ 100% ഇലുസ്ട്രേഷനും ക്ലാസ്സിൽ നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്ത് കാണിച്ച് തന്നിരിക്കും. ഓക്കെ, ഇനി നമ്മുടെ ഗ്രൂപ്പ് 2 കുറച്ച് സബ്ജക്ട് കൂടെ പറയാനുണ്ട്. ഏതാ? ഒന്ന് പേപ്പർ നമ്പർ 9 ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. ഇല്ലേ, ഇതില് ഓപ്പറേഷൻസ് മാനേജ്മെന്റ് പ്രോബ്ലം ആണ്, സ്ട്രാറ്റജിക് മാനേജ്മെന്റ് തിയറിയാണ്. 50 മാർക്കിന്. ശരി, സ്ട്രാറ്റജിക് മാനേജ്മെന്റിന് സാർ നിങ്ങൾക്ക് നോട്ട്സ് പ്രൊവൈഡ് ചെയ്യും. ഓപ്പറേഷൻസ് മാനേജ്മെന്റ് നമ്മൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് തന്നെ പഠിക്കും. OMS സിമ്പിൾ സബ്ജക്ട് ആണ്. ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് നമുക്ക് പാസ്സായത് സെക്കൻഡ് ഗ്രൂപ്പിലാണ്. സെക്കൻഡ് ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്ത പേപ്പറാണ് ഓപ്പറേഷൻസ് മാനേജ്മെന്റ്. കുറച്ച് ആൾക്കാർ കൊണ്ടുവന്നിരിക്കുന്ന അവരുടെ കുറച്ച് അസംഷൻസും അവരുടെ കുറച്ച് എന്താ പറയാ കുറച്ച് മെത്തേഡ്സ് ആണ്. ഇപ്പൊ ഒരു പ്രോബ്ലം പഠിച്ചു കഴിഞ്ഞാൽ മെക്കാനിക്കലായിട്ട് നമുക്ക് അടുത്ത പ്രോബ്ലം സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു കൈൻഡ് ഓഫ് പേപ്പറാണ് ഈ പറയുന്ന ഓപ്പറേഷൻസ് മാനേജ്മെന്റ്. അത് ഡീൽ ചെയ്യുന്നത് നമ്മുടെ ക്വാളിഫൈഡ് കോസ്റ്റ് അക്കൗണ്ടന്റ് ആയിട്ടുള്ള ജേക്കബ് സാറാണ്. ജേക്കബ് സാർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുഷ്പം പോലെ നിങ്ങൾക്ക് അത് പഠിപ്പിച്ചു തരും. അടുത്ത പ്രാവശ്യം റിസൾട്ട് വരുമ്പോൾ എനിക്ക് ഉറപ്പാണ് സെക്കൻഡ് ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുന്ന സബ്ജക്ട് ഓപ്പറേഷൻസ് മാനേജ്മെന്റ് തന്നെയായിരിക്കും. ദെൻ പേപ്പർ നമ്പർ 10 കാര്യം ഞാൻ പറഞ്ഞു, കോർപ്പറേറ്റ് അക്കൗണ്ടിങ്, ദെൻ ഓഡിറ്റിംഗിന്റെ കാര്യം പറഞ്ഞു, അതുപോലെ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ കാര്യം കൂടി പറഞ്ഞു. ഇനി ഒരു സബ്ജക്റ്റും കൂടെ ഉള്ളൂ. എന്താ? ജോയൽ സർ ആണ് ക്വാളിഫൈഡ് കോസ്റ്റ് അക്കൗണ്ടന്റ് ആണ്. ജോയലും ഞാനൊക്കെ ഒരുമിച്ച് പഠിച്ചതാ. ജോയൽ ക്വാളിഫൈഡ് കോസ്റ്റ് അക്കൗണ്ടന്റ് ആണ്. ഇപ്പോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കറന്റ് ഒരു ബിഗ് 4 വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടെ നിങ്ങളുടെ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ആൻഡ് ബിസിനസ് ഡേറ്റ അനലിറ്റിക്സ് എന്ന് പറഞ്ഞ പേപ്പർ ഡീൽ ചെയ്യും. ഈ പേപ്പറിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ സാധനം നിങ്ങൾ പഠിക്കണം. എക്സാമിന് വേണ്ടിയിട്ടില്ല, ജീവിതത്തിന് വേണ്ടിയിട്ട് പഠിക്കണം. ഒരുപാട് യൂസ് ഉറപ്പാണ്. മണി മാനേജ്മെന്റും മാനേജ്മെന്റ് സ്കില്ലും ഇൻവെസ്റ്റ്മെന്റ്സും ഒരു പോർട്ട്ഫോളിയോ മാനേജ്മെന്റും ഇങ്ങനെയുള്ള കുറെ ആസ്പെക്ട്സ് നിങ്ങൾക്ക് ഈ പേപ്പറിലൂടെ മനസ്സിലാവും. സിമ്പിൾ പേപ്പറാണ്, പക്ഷേ മിക്കവാറും ആൾക്കാർക്ക് പ്രശ്നം തരുന്ന ഒരു പേപ്പറാണ് സെക്കൻഡ് ഗ്രൂപ്പിൽ ഈ പറയുന്ന ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ജോയിൽ സാറ് പഠിപ്പിച്ചു തരും. അപ്പൊ ഇതാണ് നമ്മുടെ പ്രൗഡ് ആയിട്ട് എനിക്ക് പറയാൻ പറ്റുന്ന നമ്മുടെ ഫാക്കൽറ്റി പൂൾ. നിങ്ങൾക്ക് റിസൾട്ട് കൊണ്ടുതരാൻ പറ്റുന്ന ഫാക്കൽറ്റി പൂൾ. ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ, ഈ ഫാക്കൽറ്റീസിനോടെല്ലാം നിങ്ങൾക്ക് ഏത് പാതിരാത്രിക്ക് വേണമെങ്കിലും ഡൗട്ട്സ് ചോദിക്കാം. ഇവരെല്ലാം നിങ്ങളുടെ ജസ്റ്റ് ഒരു സീനിയേഴ്സ് ആണ്. എല്ലാവരും എനർജറ്റിക് ആയിട്ടുള്ള വൈബ്രന്റ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ്. നിങ്ങളുടെ ജസ്റ്റ് ഒരു സീനിയർ ആണ്. ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ കോളേജിൽ ജോയിൻ ചെയ്തപ്പോൾ 3rd ഇയറോ 4th ഇയറോ പഠിക്കുന്ന നിങ്ങളുടെ ഒരു സീനിയർ മാത്രമാണ് ഇവര്. നിങ്ങളെക്കാളും ജസ്റ്റ് 1-2 സ്റ്റെപ്പ് മുകളിൽ നിൽക്കുന്ന ആൾക്കാർ. ഇവർ ക്വാളിഫൈ ചെയ്തു. ഈ പറഞ്ഞ ഫാക്കൽറ്റീസ് എല്ലാം ഇന്റർ ക്വാളിഫൈ ചെയ്തവരാ, ഫൈനൽ ക്വാളിഫൈ ചെയ്തവരും ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇവരോട് ഏത് പാതിരാത്രി എന്ത് ഡൗട്ട്സ് വേണമെങ്കിലും ചോദിക്കാം. അപ്പൊ ഡൗട്ട് സോൾവിന്റെ കാര്യം ഞാൻ പറയാം. നമ്മുടെ ക്ലാസ് ഒരു സിസ്റ്റമാറ്റിക് ഫോർമാറ്റിലായിരിക്കും ഉണ്ടാവുക. എല്ലാ സബ്ജക്റ്റിനും നമ്മൾ വാട്സപ്പിൽ ഗ്രൂപ്പ് ചാറ്റ് ചെയ്യാറില്ലേ, ഗ്രൂപ്പ് ചാറ്റ്സ്, അതുപോലെ തന്നെ ഓരോ ഇൻഡിവിജ്വൽ സബ്ജക്ട്സിനെ ആ ക്ലാസ് പർച്ചേസ് ചെയ്ത സ്റ്റുഡൻസും ഫാക്കൽറ്റിയുമായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ടുകൾ വേണമെങ്കിലും ചോദിക്കാം. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഫോട്ടോ എടുത്തിട്ട് അയച്ച് സർക്കിൾ ചെയ്ത് സാർ ഇതിനകത്ത് എന്താണ് പ്രശ്നം വോയിസ് നോട്ട് അയക്കാം. അപ്പൊ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടോ അതെല്ലാം നമ്മുടെ ഗ്രൂപ്പിൽ ഉണ്ടാവും. ഫാക്കൽറ്റീസ് എപ്പോഴും അവൈലബിൾ ആയിരിക്കണം എന്നില്ല, എങ്കിലും നിങ്ങൾ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് വൈകിട്ടോ, മാക്സിമം അവർ ഓൺലൈനിൽ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ സോൾവ് ചെയ്ത് തരും. എങ്കിലും അന്ന് വൈകിട്ടോ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ കൊണ്ടോ നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ നമുക്ക് സോൾവ് ചെയ്ത് കിട്ടും. നിങ്ങളുടെ അങ്ങനെ ഒരു കൈൻഡ് ഓഫ് വൈബ്രന്റ് ഫാക്കൽറ്റീസ് ആണ് നമ്മുടെ കൂടെയുള്ളത്. അപ്പൊ അതിലൊന്നും നിങ്ങൾ ഒരു ഡൗട്ടും വിചാരിക്കണമല്ലോ. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ പറയുന്ന ഫാക്കൽറ്റീസിനോടെല്ലാം ഞാൻ ആദ്യം കൊടുത്തിരിക്കുന്ന ഒരു നിർദ്ദേശം ഞങ്ങൾ എല്ലാവരും ചർച്ച ചെയ്ത് ഡിസ്കസ് ചെയ്ത് തീരുമാനിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാല്, നമുക്ക് നമ്മുടെ കൂടെ ചേരാനായിട്ട്, നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പഠിക്കാനായിട്ട് വന്നിരിക്കുന്ന സ്റ്റുഡൻസ് ആദ്യമായിട്ടാണ് ഈ സബ്ജക്ട് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അക്കൗണ്ടൻസി പഠിക്കുമ്പോൾ നമ്മൾ വാട്ട് ഈസ് അക്കൗണ്ടിങ് അക്കോർഡിംഗ് ടു അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് ഡിഫൈൻ അക്കൗണ്ടൻസി ആസ് എൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമറൈസിങ് എന്ന് പറഞ്ഞ് തന്നെയായിരിക്കും തുടങ്ങുക.
പിടിയോ? അല്ലാതെ അക്കൗണ്ടൻസി ഈ സാധനം നിങ്ങൾ മുന്നേ പഠിച്ച മക്കളെ നിങ്ങൾ ഇവിടെ പഠിക്കേണ്ടെന്ന് ആരും പറയില്ല. അതുപോലെ കോസ്റ്റിംഗ് എൻ്റയർലി ഒരു ന്യൂ സബ്ജക്റ്റ് ആണ്. ടാക്സേഷൻ നിങ്ങൾ ഇതുവരെ പഠിച്ച് നിങ്ങളുടെ പാസ്റ്റിനെ കംപ്ലീറ്റ്ലി ഒഴിവാക്കി. ഇതൊരു ബെറ്റർ സ്റ്റാർട്ടാണ്, ഇതൊരു ന്യൂ സ്റ്റാർട്ടാണ്, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നൊരു മൈൻഡ് സെറ്റിൽ മാത്രം നിങ്ങൾ വരാം. സബ്ജക്റ്റിന്റെ കാര്യവും നിങ്ങളുടെ നോട്ട്സിന്റെ കാര്യവും ബാക്കി എല്ലാ ഐറ്റംസും ആ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഞങ്ങൾ ഏറ്റെടുത്തു. അപ്പോൾ ഇനി എന്താ പറയാ, ഇനി നമ്മുടെ ക്ലാസ്സിന്റെ ആക്സസിന്റെ കാര്യം പറയാം. നിങ്ങൾക്ക് അൺലിമിറ്റഡ് വ്യൂസ് ആണ് മക്കളെ, അൺലിമിറ്റഡ് വ്യൂസ്. ഇതാണ് അടുത്ത ഹൈലൈറ്റ്. നിങ്ങൾ ഓൺലൈൻ ക്ലാസ്സുകൾ പലതും പലയിടത്തു നിന്നും വാങ്ങിയിട്ടുണ്ടാവും. അവിടെയൊക്കെ വ്യൂസ് 1.5 വ്യൂസ്, മാക്സിമം 1.75 വ്യൂസ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഒരു തവണ കാണാം, പിന്നെ എത്രയാണോ ഡ്യൂറേഷൻ അതിന്റെ പകുതി വരെ കാണാം, അത്രേ ഉണ്ടാവുള്ളൂ വ്യൂ. ഇവിടെ അങ്ങനെയൊന്നുമില്ല, നിങ്ങൾക്ക് ക്ലാസ് എത്ര പ്രാവശ്യം വേണമെങ്കിലും കാണാം. നിങ്ങൾ ഇപ്പോൾ ഒരു പ്രാവശ്യം കണ്ടു, എക്സാമിന് ഒരു 1 മന്ത് മുന്നേ ഡൗട്ട് വന്നപ്പോൾ വീണ്ടും ഒന്നും കൂടി കണ്ടോ, എക്സാമിന് കയറുന്നതിന് മുന്നേ ഒരു പെർട്ടിക്കുലർ പോയിന്റ് വീണ്ടും ഡൗട്ട് വന്നു വീണ്ടും കണ്ടോ. അൺലിമിറ്റഡ് വ്യൂസ് ആണ് ടിൽ നമ്മുടെ എക്സാം കഴിയുന്നത് വരെ. എക്സാം കഴിയുന്ന അന്ന് വരെ ആയിരിക്കും നമ്മുടെ ക്ലാസ്സിന്റെ വാലിഡിറ്റി ഉണ്ടാവുക. ഇതാരും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യില്ല ഡെഫിനറ്റ്ലി. ദെൻ നമ്മുടെ ക്ലാസ്സിന് ലാപ്ടോപ്പിൽ ആക്സസ് ഉണ്ടാവും. വിൻഡോസ് ലാപ്പ് ആയിരിക്കണം, നമ്മുടെ iOS ലാപ്ടോപ്പിൽ ആക്സസ് ഉണ്ടാവില്ല. അപ്പോൾ വിൻഡോസ് ലാപ്ടോപ്സിലോ കമ്പ്യൂട്ടേഴ്സിലോ നിങ്ങൾക്ക് ക്ലാസ്സിന് ആക്സസ് ഉണ്ടാവും. അതുപോലെ മൊബൈൽ ഫോൺ, അത് ആപ്പിളിന്റെ ആയാലും ആൻഡ്രോയിഡ് ഡിവൈസിലായാലും രണ്ട് എക്കോസിസ്റ്റത്തിലും നമ്മുടെ ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. പിന്നെ ഞാൻ നേരത്തെ പ്രോമിസ് ചെയ്തതുപോലെ എല്ലാ ഫീച്ചേഴ്സും, ക്വാളിറ്റി കൂട്ടാൻ, ക്വാളിറ്റി കുറയ്ക്കാൻ, സ്പീഡ് കൂട്ടാൻ, സ്പീഡ് കുറയ്ക്കാൻ, അതുപോലെ നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. ഇതുപോലെ ഞാൻ പറഞ്ഞ നോട്ട്സ് ഇല്ലേ, ഈ നോട്ട്സിന്റെ PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് അത് പ്രിന്റ് എടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ് വേണോ ഈ ഫീച്ചേഴ്സ് എല്ലാം നമ്മുടെ ആപ്ലിക്കേഷനിലും കാര്യങ്ങളിലും ഒക്കെ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, എനിക്ക് തോന്നുന്നു ഞാൻ പറയാനുള്ള ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്ന് തോന്നുന്നു. ഇനി എന്തെങ്കിലും മിസ്സായി പോയോ എന്നറിയില്ല. എന്തെങ്കിലും മിസ്സായി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു നമ്പർ പോണ കണ്ടില്ലേ, ആ നമ്പറിൽ നീതു ഉണ്ടാവും. നീതു ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങളുടെ അഡ്മിഷന് വേണ്ടിയിട്ട് മാത്രമേ നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്ത സ്റ്റാഫാണ്. അപ്പൊ നീതുവിന് ജസ്റ്റ് നിങ്ങളൊന്ന് വിളിച്ചാൽ മതി, വിളിച്ചില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. നീതു പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ഡൗട്ട്സ് ഉണ്ടോ, നിങ്ങൾക്ക് എക്സ്ട്രാ എന്തെങ്കിലും ഇൻഫർമേഷൻസ് വേണമെങ്കിൽ ആ ഇൻഫർമേഷനൊക്കെ നിങ്ങൾക്ക് നീതു പറഞ്ഞ് തരും. ഇനി എന്നാണ് ക്ലാസ് തുടങ്ങുക ഞാൻ പറഞ്ഞുതരാം മക്കളെ. നമ്മുടെ ക്ലാസ് ഇന്ന് ഞാൻ ഈ ബാച്ച് അനൗൺസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാല് August 7 ഓക്കെ, August 7 ഫ്രൈഡേ ആണ് ഞാൻ നിങ്ങളുടെ ഈ ബാച്ച് അനൗൺസ് ചെയ്യുന്ന വീഡിയോ ഇടുന്നത്. ശരി, നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോണത് August 19 വെനസ്ഡേ ആണ്. August 19 വെനസ്ഡേ ആയിരിക്കും നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോണത്. ശരി, അപ്പൊ ഓഗസ്റ്റിൽ നമുക്കൊരു എത്ര ദിവസം ഉണ്ടാവും? ഒരു 7, 8, 9, 10, 11, 12 ദിവസമാണ് നമുക്ക്. അതായത് ഒരു അരമാസം, കഷ്ടി അരമാസം, ഒരു 12 ദിവസമാണ് ഓഗസ്റ്റിലുള്ളത്. ശരി, ഇനി നമുക്ക് എത്ര ടൈം ഉണ്ട്? ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബർ ഫുൾ ഉണ്ട്, ദെൻ ഒക്ടോബർ ഫുൾ ഉണ്ട്, ഓക്കെ, ദെൻ നവംബർ ഫുൾ ഉണ്ട്. നമ്മുടെ കയ്യിൽ ആക്ച്വലി പറയുകയാണെങ്കിൽ മോർ ദാൻ ഒരു 4 months എന്ന് പറയാൻ പറ്റുമോ? അതായത് വേണമെങ്കിൽ പറയാം അല്ലെ, ഒരു 4 months എന്ന് വേണമെങ്കിൽ പറയാം. അതായത് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ 3 മാസം. ദെൻ ഡിസംബർ 10 ആയിരിക്കും മിക്കവാറും എക്സാം. ഞാൻ ഇതുവരെ എക്സാം ടൈം ടേബിൾ വന്നിട്ടില്ല. 10 ആയിരിക്കും എക്സാം ഉണ്ടാവുക. അപ്പൊ ഈ 10ഉം ഈ 12ഉം കൂടി ചേർത്താൽ വേണമെങ്കിൽ ഒരു മാസം, ഒരു 4 മാസം കഷ്ടിയുണ്ടെന്ന് പറയാം. നമുക്കതിലൊരു 3 മാസം എഫക്റ്റീവ്ലി നിങ്ങൾ പഠിച്ചാൽ മതി. 3 മാസം നിങ്ങൾ എഫക്റ്റീവ്ലി പഠിച്ചാൽ മതി. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല മക്കളെ, നമ്മൾ എല്ലാ ദിവസവും, ഇനി ഞാൻ ക്ലാസ്സിന്റെ ഡ്യൂറേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഗ്രൂപ്പ് 1 പർച്ചേസ് ചെയ്ത സ്റ്റുഡൻസിന് 2 സബ്ജക്റ്റിന്റെ ക്ലാസ് ആയിരിക്കും ഒരു ദിവസം ഉണ്ടാവുക. ദെൻ ഗ്രൂപ്പ് 2 പർച്ചേസ് ചെയ്ത സ്റ്റുഡൻസിന് സെയിം 2 സബ്ജക്റ്റിന്റെ ക്ലാസ് ആയിരിക്കും ഒരു ദിവസം ഉണ്ടാവുക. ബോത്ത് പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് 4 ക്ലാസ്സുകൾ ഉണ്ടാവും. വിട്ടേക്ക്. അപ്പൊ നിങ്ങൾ സിംഗിൾ ഗ്രൂപ്പ് ആണ് സപ്പോസ് പർച്ചേസ് ചെയ്തെന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് 2 ലെക്ചേഴ്സ് ആയിരിക്കും ഒരു ദിവസം ഉണ്ടാവുക. ഒരു ലെക്ചറിന്റെ ഡ്യൂറേഷൻ ഞാൻ പറഞ്ഞു, ഒരു 1.5 മണിക്കൂർ, കുറച്ച് 5 മിനിറ്റ് 10 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം. 1.5 മണിക്കൂർ. എല്ലാ ദിവസവും രാവിലെ 9 മണിയാകുമ്പോൾ നിങ്ങൾക്ക് വേണ്ട ക്ലാസ്സിന്റെ നോട്ട്സും നിങ്ങളുടെ ലെക്ചേഴ്സും, ഈ 2 ലെക്ചേഴ്സും നമ്മൾ പബ്ലിഷ് ചെയ്യും. ഓക്കെ, അപ്പം അടുത്തത്, നിങ്ങൾക്ക് ക്ലാസ് വേണമെങ്കിൽ 9 മണിക്ക് കാണണമെങ്കിൽ 9 മണിക്ക് തന്നെ കാണാം. 9 മണിക്ക് ഒരു ലെക്ചർ കണ്ടു, അത് കംപ്ലീറ്റ് ചെയ്തു, അതിന്റെ വർക്ക്സ് ഒക്കെ ചെയ്ത് തീർത്തു. ദെൻ അത് കഴിഞ്ഞിട്ട് ഒരു 11 മണിക്കോ 11:30 അടുത്ത ലെക്ചർ കണ്ടു, ഉച്ചയ്ക്ക് മുന്നേ കംപ്ലീറ്റ് ചെയ്ത് തീർത്തു കഴിഞ്ഞാൽ അന്നത്തെ പരിപാടി ഫിനിഷ് കഴിഞ്ഞേ. ഇനി നിങ്ങൾ വർക്ക് ചെയ്യുകയാണ്, കുഴപ്പമില്ല. നമ്മൾ രാവിലെ 9 മണിക്ക് ലെക്ചർ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അന്ന് മുതൽ നിങ്ങളുടെ എക്സാമിന്റെ അന്ന് വരെയും അത് നമ്മുടെ ആപ്ലിക്കേഷനിൽ ഉണ്ടാവും. നിങ്ങൾക്ക് രാവിലെ വർക്കിന് പോയി അതിനുശേഷം വൈകിട്ട് വന്നു ഒരു 6 മണിക്ക് അല്ലെങ്കിൽ ഒരു 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ 7 മണിക്ക് ഒരു ലെക്ചർ കണ്ടു, ദെൻ 8, 8:30, ഒരു 9 മണിയാകുമ്പോൾ അടുത്ത ലെക്ചർ കണ്ടാൽ നിങ്ങൾക്ക് അന്ന് ലെക്ചേഴ്സ് ഫിനിഷ് ചെയ്യാൻ പറ്റും. അപ്പൊ പറ്റുമെങ്കിൽ മാക്സിമം നിങ്ങൾ അന്നന്ന് തന്നെ പഠിച്ചു തീർക്കുക. നമ്മുടെ കൂടെ ഈ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്ത് പഠിച്ചു തീർക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു 60 വർക്കിംഗ് ഡേയ്സ്, 60 വർക്കിംഗ് ഡേയ്സ് കൊണ്ട് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. നമ്മുടെ കയ്യിൽ 3-4 മാസം ഉണ്ട്. ഈ 4 മാസത്തിൽ 60 വർക്കിംഗ് ഡേയ്സ്, ഏകദേശം ഒരു 2-2.5 മാസം വരുമായിരിക്കും. കാരണം നമുക്ക് സൺഡേ ഹോളിഡേ ആയിരിക്കും. ഇനി അതുപോലെ 1, 2, 3 ഹോളിഡേയ്സ് ഈ വരുന്ന മാസങ്ങളിലൊക്കെ വരുന്നുണ്ട്. ആ ഹോളിഡേയ്സ് ഒക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്കൊരു 2-2.5 മാസം
മതി നമുക്ക് ഈ പറഞ്ഞ എൻ്റെ ടോപ്പിക്സ് പഠിച്ച് തീർക്കാൻ. അപ്പോൾ ഇപ്പൊ നമ്മൾ ഓഗസ്റ്റ് 19 സ്റ്റാർട്ട് ചെയ്യുന്നു. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ പകുതിയൊക്കെ ആവുമ്പോൾ അല്ലെങ്കിൽ ഒക്ടോബർ എൻഡോട് കൂടി തീരും. പിന്നെ നമ്മുടെ കയ്യിൽ ഒരു നവംബർ ഉണ്ട്. ആ നവംബർ കൊണ്ട് നിങ്ങൾക്ക് ഈ പഠിച്ചതിനെ വീണ്ടും 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 റിവൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ RTP, MTP, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ചെയ്യാൻ പറ്റും. നമ്മുടെ ചാനലിൽ ഈ കഴിഞ്ഞ വർഷത്തിന് മുന്നേ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പലതും നമ്മൾ ചാനലിൽ വർക്ക് ചെയ്ത് കാണിച്ചു തരുന്ന വീഡിയോസ് ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് റാപ്പിഡ് റിവിഷൻ സീരീസ് നമ്മൾ എല്ലാ സബ്ജക്റ്റിലും വെക്കാറുണ്ട്. നിങ്ങൾക്ക് അത് കാണാനായിട്ട് പറ്റും. അപ്പൊ ഈ ഒരു 1 മന്തിന് എക്സാമിന് വേണ്ടി നിങ്ങൾ പ്രോപ്പർ പ്രാക്ടീസ് ചെയ്യുന്നു. ഇതിന് മുന്നേ വരെ ഒരു 60 വർക്കിംഗ് ഡേയ്സ് കൊണ്ട് നമ്മൾ ഈ പറഞ്ഞ എൻ്റെ ടോപ്പിക്സ് പഠിക്കുന്നു. ഇപ്പൊ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരായാലും, ഹൗസ് ഹോൾഡ് വർക്ക്സ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും, ഹൗസ് വൈഫ്സ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് പരിപാടികളുണ്ടെങ്കിലും അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇത് പഠിച്ച് തീർക്കാനായിട്ട് പറ്റും. നമ്മുടെ കൂടെ പഠിച്ച ഒരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു. ആൾക്ക് മൺഡേ ടു ഫ്രൈഡേ ക്ലാസ്സുകൾ കാണാൻ പറ്റില്ല. ആള് സാറ്റർഡേ സൺഡേ 2 ദിവസം ഡെഡിക്കേറ്റഡ് ആയിട്ടിരുന്ന് അന്നത്തെ ഒരു വീക്കിലെ ക്ലാസ്സുകൾ മുഴുവൻ കണ്ടു തീർക്കും. ദെൻ വീണ്ടും മൺഡേ ടു ഫ്രൈഡേ വർക്ക് ചെയ്യുന്നു, സാറ്റർഡേ സൺഡേ കൊണ്ട് ക്ലാസ്സുകൾ കണ്ടു തീർക്കും. ഇതിൽ വർക്ക് ചെയ്യാൻ പോകുന്ന ട്രാവൽ ടൈമിലാണ് ലോ സബ്ജക്ട്, അതുപോലെ ഓപ്പറേഷൻസ് മാനേജ്മെന്റ്, സ്ട്രാറ്റജിക് മാനേജ്മെന്റ്, അതുപോലെ ഓഡിറ്റിംഗ്, ഇങ്ങനെയുള്ള തിയറി പേപ്പേഴ്സ് ഒക്കെ അവിടെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇയർഫോണിൽ ക്ലാസ് കാണും. പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഞാൻ ഈ പറഞ്ഞ പോലെ സാറ്റർഡേ സൺഡേ മാത്രം പഠിച്ചെഴുതി പാസ്സായി ക്വാളിഫൈ ചെയ്തു നമ്മുടെ ആ സ്റ്റുഡന്റ്. അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഫ്രീഡം ആണ്. നിങ്ങൾക്ക് വേണ്ട എല്ലാ എൻജോയ്മെന്റ്സും ചെയ്തുകൊണ്ട്, നിങ്ങൾ ചെയ്യേണ്ട എല്ലാ ആക്ടിവിറ്റീസും ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഇനി ഞാൻ ഒരു കാര്യം കൂടി പറയാം. ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന 50 സ്റ്റുഡൻസിന് നമ്മളൊരു എക്സൈറ്റിംഗ് കുറച്ച് കൂപ്പൺ കോഡുകൾ പറയുന്നുണ്ട്. ആ കൂപ്പൺ കോഡ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതുപോലെ പ്രോമിസ് ചെയ്തതുപോലെ കേരളത്തിലെ ഏറ്റവും മിനിമൽ റേറ്റിൽ, ഏറ്റവും അഫോർഡബിൾ റേറ്റിൽ ദ ബെസ്റ്റ് ക്വാളിറ്റി ക്ലാസ്സസ്, ലെക്ചേഴ്സ് കണ്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ ഫീസ് ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റുന്നുണ്ടാവും. ബോത്ത് ഗ്രൂപ്പിന്റെ ഫീസ് വരെ 14,500 ആണ്. ഫസ്റ്റ് ഗ്രൂപ്പിന്റെ ഫീസ് വരെ 8,000 ആണ്. സെക്കൻഡ് ഗ്രൂപ്പിന്റെ ഫീസ് വരെ 6,500 rupees ആണ്. ഓക്കെ, മക്കളെ അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്ന കൂപ്പൺ കോഡുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ. നിങ്ങൾ എവിടെ നോട്ട് ചെയ്ത് വെക്കേണ്ട, ആപ്ലിക്കേഷനിൽ പോകുമ്പോൾ ആ കോഴ്സിന് താഴെ കൂപ്പൺ വാലിഡ് ആണെങ്കിൽ അതവിടെ കാണിച്ചിരിക്കും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ബോത്ത് ഗ്രൂപ്പിന് 2,000 rupeesന്റെ കൂപ്പൺ കോഡാണ്. അപ്പോൾ എഫക്റ്റീവ് പ്രൈസ് വരാം വെറും 12,500 rupees ആണ്. ശരി, ഗ്രൂപ്പ് 1നും ഗ്രൂപ്പ് 2നും ഒരു 1,000 rupeesന്റെ കൂപ്പൺ കോഡ് ഉണ്ട്. അപ്പൊ ഗ്രൂപ്പ് 1ന്റെ പ്രൈസ് വിൽ ബി 7,000 rupees ആൻഡ് ഗ്രൂപ്പ് 2ന്റെ പ്രൈസ് വിൽ ബി 5,500 rupees. എഫക്റ്റീവ് പ്രൈസ് ആണ്. ഈ ട്രാൻസാക്ഷൻസിന്റെ ഒക്കെ കൂടി ഒരു 10 രൂപ അവരൊരു പ്ലാറ്റ്ഫോം ഫീസ് എന്ന് പറഞ്ഞിട്ടും കൂടി ഈടാക്കുന്നുണ്ട്. അപ്പൊ ഏത് ക്ലാസ് വാങ്ങിയാലും ഒരു 10 രൂപയും കൂടി എക്സ്ട്രാ വരും. അതൊരു ട്രാൻസാക്ഷൻ ഫീസ് ആണ്. ഇത് കൂടാണ്ട് ടാക്സ് കോംബോ നമ്മുടെ ആപ്പിൽ നോക്കി നിങ്ങൾക്ക് ടാക്സ് കോംബോ കാണാൻ പറ്റും. ഡയറക്ട് ടാക്സ്, ഇൻഡയറക്ട് ടാക്സ് സെപ്പറേറ്റ് സബ്ജക്റ്റ് ആണ്, സെപ്പറേറ്റ് ലെക്ചേഴ്സ് ആണ്. അപ്പൊ ഇത് രണ്ടിനും കൂടി കമ്പൈൻഡ് പ്രൈസ് ഒരു 5,000, 3,000 സംതിങ് ഒക്കെ വരാം. അതിന് നമുക്ക് ഒരു സ്പെഷ്യൽ കൂപ്പൺ കൊടുത്തിട്ടുണ്ട്. അത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വെറും 2,500 rupees നിങ്ങൾക്ക് ഡയറക്ട് ടാക്സും ഇൻഡയറക്ട് ടാക്സും വിത്ത് നോട്ട്സ്, വിത്ത് അമെന്റ്മെന്റ്സ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ആപ്പിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ കൂപ്പൺ കോഡ് എവിടെയും നോട്ട് ചെയ്യേണ്ട. ഫസ്റ്റ് 50 സ്റ്റുഡൻസിന് മാത്രമായിരിക്കും ഈ കൂപ്പൺ കോഡ് ആപ്ലിക്കബിൾ ആയിട്ടുണ്ടാവും. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. കൂപ്പൺ കോഡ് അവൈലബിൾ ആണെങ്കിൽ ആപ്പിൽ കാണിച്ചിരിക്കും. ശരി, ഇനി ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടത് എന്ന് കാണിച്ചു തരാം. അപ്പോൾ ക്ലാസ് പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഫസ്റ്റ് നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ്രോയിഡിലും നമുക്ക് ആപ്ലിക്കേഷൻ ഉണ്ട്, ഐഫോണിലും iOS ഡിവൈസിലും നമ്മുടെ ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ക്ലാസ് നിങ്ങൾക്ക് ഏതാണോ പർച്ചേസ് ചെയ്യേണ്ടത് അതിൻ്റെ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ ആൻഡ്രോയിഡിൻ്റെ കാണിക്കാം, അത് കഴിഞ്ഞ് ഐഫോണിൻ്റെ കാണിക്കാം. ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ, കാണിച്ചു തരാം ഞാൻ. നിങ്ങൾ ഇതിലിപ്പോൾ ഫസ്റ്റ് ഞാനിപ്പോൾ ബോത്ത് ഗ്രൂപ്പാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ബോത്ത് ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഈ ലിങ്ക് റീഡയറക്റ്റ് ആവും ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ. നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ കൊടുക്കുക. ഓക്കെ, ഓപ്പൺ കൊടുക്കുമ്പോൾ ഇവിടെ ലോഗിൻ ചെയ്യാനായിട്ട് പറയും. നിങ്ങൾ ഈ ഒരു സംഭവം ശ്രദ്ധിക്കുക. ഈ ലോഗിൻ ചെയ്യാനായിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് ലോഗിൻ യൂസിങ് വാട്സപ്പ് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ വാട്സപ്പ് ഇൻസ്റ്റാൾഡ് ആണെങ്കിൽ ജസ്റ്റ് ലോഗിൻ യൂസിങ് വാട്സപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഓട്ടോമാറ്റിക്കലി വാട്സപ്പിൽ ഒരു മെസ്സേജ് പോകും, ലോഗിൻ OTP ഒക്കെ അതിനകത്ത് വന്ന് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനായിട്ട് പറ്റും. ഇല്ലെങ്കിൽ യൂസ് അതർ മെത്തേഡ് കൊടുക്കാം. അതർ മെത്തേഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യാം, നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനായിട്ട് പറ്റും. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമെയിൽ ID യൂസ് ചെയ്തിട്ട് വേണമെങ്കിലും നമുക്ക് ആപ്ലിക്കേഷനിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. ഈ 3 ഓപ്ഷനാണ് നിങ്ങൾക്ക് ഉള്ളത്. ഇവിടെ ഞാൻ തൽക്കാലം എൻ്റെ ഒരു മൊബൈൽ നമ്പർ യൂസ് ചെയ്തിട്ട് ലോഗിൻ ചെയ്യാണ്. ഓക്കെ, ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ OTP ചോദിക്കും. അപ്പോൾ നമ്മൾ OTP ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ OTP ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്യും. അതിനുശേഷം നിങ്ങളുടെ പേര് ചോദിക്കും. ഓക്കെ, ഞാൻ എൻ്റെ പേര് കൊടുക്കുകയാണ്. അതിനുശേഷം ഇമെയിൽ ID ചോദിക്കും. ഇമെയിൽ ID കൂടി നിങ്ങളൊന്ന് കൊടുത്തോളാം. അപ്പോൾ നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഇമെയിൽ ID നിങ്ങൾ കറക്റ്റായിട്ട് കൊടുത്തോളാം. ഓക്കെ, ഞാൻ പേരും എൻ്റെ ഇമെയിൽ IDയും കൊടുത്തു. എന്നിട്ട് ലെറ്റ്സ് സ്റ്റാർട്ട് കൊടുത്തു, അലോ കൊടുക്കുക. അത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷനിൽ നമ്മുടെ പ്രോപ്പറായിട്ട് ഏതാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടത് അത് കാണിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്താൽ ഞാൻ ഐഫോണിൽ കൂടി ലോഗിൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ചു തന്നിട്ട് ഇത് പർച്ചേസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം.
ഐഫോണിലും സെയിം തന്നെയാണ്. നിങ്ങൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം ക്ലാസ് പർച്ചേസിനുള്ള ലിങ്കുകളുണ്ടാവും. ആ ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ഏതാണെന്ന് വെച്ചാൽ ആ ലിങ്കിലൊന്ന് പ്രസ് ചെയ്തോളാം. ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആപ്പ് സ്റ്റോറിലേക്ക് ചെല്ലും. ആപ്പ് സ്റ്റോറിൽ നമ്മുടെ ആപ്പിൻ്റെ പേര് മൈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നായിരിക്കും ഉണ്ടാവുക. അതൊന്ന് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഒന്ന് ഓപ്പൺ ആക്കുക. ഓപ്പൺ ചെയ്തു, അലോ കൊടുക്കാം. അതിനുശേഷം അവർ ഓർഗനൈസേഷൻ കോഡ് ചോദിക്കും. ശ്രദ്ധിക്കുക, ഇതാണ് നിങ്ങൾക്കുള്ള ഒരു എക്സ്ട്രാ സ്റ്റെപ്പ്. ഐഫോൺ ചെയ്യുന്ന ആൾക്കാർക്ക് നിങ്ങൾ ഓർഗനൈസേഷൻ കോഡ് അടിക്കുക. ZPXVN ZPXVN ഈ ഓർഗനൈസേഷൻ കോഡ് ടൈപ്പ് ചെയ്തോളാം. അതിനുശേഷം വെരിഫൈ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ സ്ക്രീൻ വരും. എങ്ങനെയാണെന്ന് നോക്കി നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പേര് മാറും, നെക്സ്റ്റ് പ്രൊഫഷണൽസ് എന്നാവും. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യാനായിരിക്കും ചോദിക്കാം. നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യാം, ഡൺ കൊടുക്കുക. വെരിഫിക്കേഷൻ നമ്മുടെ ഇത് ചോദിക്കും, OTP വരും. OTP അടിച്ച് വെരിഫൈ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ലോഗിൻ ആയിക്കോളും. ഇനി ബാക്കി സ്റ്റെപ്പൊക്കെ സെയിം ആണ്, ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ആപ്പ് ഓപ്പൺ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ദയവായിട്ട് തൊട്ട് താഴെ സ്റ്റോഴ്സ് എന്നുണ്ടാവും. ആ സ്റ്റോറിൽ ക്ലിക്ക് ചെയ്യുക. സ്റ്റോറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബോത്ത് ഗ്രൂപ്പ്, ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 2 ഒക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. ഞാനിവിടെ ബോത്ത് ഗ്രൂപ്പാണ് സെലക്ട് ചെയ്യുന്നത്. ശരി, ബോത്ത് ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ കൂപ്പൺ കോഡ് കൊടുക്കാൻ മറക്കരുത്. കാരണം കൂപ്പൺ കോഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ ഇവിടെ തൊട്ട് താഴെ തന്നെ കൂപ്പൺ കോഡിൻ്റെ ഒരു ബോക്സ് വന്നിട്ടുണ്ടാവും. അതാണ് ഡ്രീം ബോത്ത് എന്നാണ് നമ്മുടെ ബോത്ത് ഗ്രൂപ്പിൻ്റെ കൂപ്പൺ. അതിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കൂപ്പൺ അവിടെ അപ്ലൈ ആവും. ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ പ്രൈസ് കൂടി റിവൈസ്ഡ് ആവും. നേരത്തെ പറഞ്ഞ പ്രൈസിനേക്കാളും റിവൈസ് ചെയ്തിട്ട് നമ്മുടെ റിവൈസ്ഡ് പ്രൈസ് ആയിരിക്കും താഴെ ഉണ്ടാവുക. കണ്ടു, ഇവിടെ 11,000 വന്നു. ദെൻ ബൈ നൗ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്ട്ലി പേയ്മെൻറ്റ് ഗേറ്റ്വേയിലായിരിക്കും അത് ഡയറക്റ്റ് ചെയ്യുക. ഇനി സിമ്പിളാണ്, ഒന്നുമില്ല. നിങ്ങൾക്ക് അറിയാം എന്താ ചെയ്യേണ്ടത്. ഇവിടെ ഗൂഗിൾ പേ ആണെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ പേ പ്രസ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ കാർഡ് യൂസ് ചെയ്തിട്ടാണ് പേ ചെയ്യണമെങ്കിൽ കാർഡ് യൂസ് ചെയ്ത് പേ ചെയ്യാം. നെറ്റ് ബാങ്കിങ് ആണെങ്കിൽ അങ്ങനെ ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഗൂഗിൾ പേ പ്രസ് ചെയ്യുന്നു. താഴെ പേ നൗ അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഗൂഗിൾ പേയിലേക്ക് അത് റീഡയറക്റ്റ് ആവും. ഇവിടെ നിങ്ങൾ ജസ്റ്റ് എന്താ ചെയ്യേണ്ടത്, പേ നൗ കൊടുക്കുക. നിങ്ങളുടെ പിൻ അടിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പേയ്മെൻറ്റ് ഡൺ ആവും. ഇത്രേ ഉള്ളൂ പരിപാടി. ഇതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഈ പറഞ്ഞ സെയിം സ്റ്റോഴ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പർച്ചേസ് ചെയ്ത കോഴ്സ് അവിടെ ഉണ്ടാവും. കണ്ടല്ലോ, സിമ്പിൾ പരിപാടിയാണ്. ജസ്റ്റ് നിങ്ങളുടെ നമ്പർ യൂസ് ചെയ്തിട്ട് ഒന്ന് ലോഗിൻ ചെയ്യുക, സ്റ്റോഴ്സിൽ കയറുക, വേണ്ട കോഴ്സ് ക്ലിക്ക് ചെയ്യുക, ദെൻ കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്തിട്ട് പേയ്മെന്റ് ചെയ്തോളാം. നമ്മൾ ഈ പറഞ്ഞ 19-ാം തീയതി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ട എല്ലാ ഡീറ്റെയിൽസും നമ്മൾ പറഞ്ഞുതരും. 19-ാം തീയതി രാവിലെ 9 മണിക്ക് നമുക്ക് കാണാം. അപ്പോൾ മക്കളെ, നന്നായിട്ട് ചിന്തിക്കുക, നല്ലൊരു തീരുമാനം എടുക്കാം. നിങ്ങൾ CMA ക്വിറ്റ് ചെയ്യാനായിട്ട് നിൽക്കുകയാണെങ്കിൽ ജസ്റ്റ് ഗീവ് എ ട്രൈ. ഇനി 6 മാസം ചെലവാക്കണ്ട, നിങ്ങൾ വെറും 4 മാസം സ്പെൻഡ് ചെയ്താൽ മതി. 60 വർക്കിംഗ് ഡേയ്സ് ഞങ്ങളുടെ കൂടെ ഇരുന്ന് പഠിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് വരാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ, ഒരു 1% ചാൻസ് എങ്കിലും ഉണ്ട് ഡ്രോപ്പ് ചെയ്യേണ്ട, കണ്ടിന്യൂ ചെയ്യണമെന്നാണെങ്കിൽ ഡെഫിനറ്റ്ലി മക്കളെ നിങ്ങളെ വെൽക്കം ചെയ്യാണ് ഞാൻ. നിങ്ങൾ വായോ, നമുക്ക് പഠിക്കാം. ഈ വരുന്ന എക്സാമിന് ഉറപ്പായിട്ടും പാസ്സാവാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് ചിന്തിക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. വേറെ എന്തെങ്കിലും ഇൻഫർമേഷൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ജസ്റ്റ് ഒരു മെസ്സേജ് ഇട്ടാൽ മതി. അപ്പോൾ നന്നായിട്ട് ചിന്തിക്കുക, നല്ലൊരു തീരുമാനം എടുക്കാം. നമുക്കിനി നമ്മുടെ ക്ലാസ്സിൽ കാണാം 19-ാം തീയതി. ബൈ.